Hi friends, welcome back to 𝐾𝐓 Vibes. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഉള്ളിവടയാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചായയോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയാണ്. ഇതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ കയറി പ്രസ് ചെയ്യുക മറക്കരുത്. എല്ലാവരും കറക്റ്റായിട്ട് മാസ്കൊക്കെ ധരിക്കുക. അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്യുക. ഗവൺമെൻറ് പറയുന്ന റൂൾസൊക്കെ പാലിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ സവോള എല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അരിയുമ്പം കനം കുറച്ച് അരിയുക. ഇതുപോലെ നല്ല കനം കുറച്ച് അരിയണം. ഇനി നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നോക്കാം. മൈദ പൗഡർ വേണം. ഏകദേശം 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ആട്ടാപ്പൊടി ചേർക്കാം. അതല്ല കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ് ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കടലമാവില്ല, അതുകൊണ്ട് ഞാനിവിടെ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. ടേസ്റ്റ് ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ ഞാനിവിടെ എരിവിനായിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പച്ചമുളക് ചേർക്കാം. അപ്പോൾ ആ ഒരു പച്ചമുളകിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാനിവിടെ ഈ രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില വേണം. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിവട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ ഇതിൻ്റെ കണ്ടോ ജ്യൂസ് ഇറങ്ങി വരുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യണ്ടേ, ഒരു 10-15 മിനിറ്റ് ഒന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 10-15 മിനിറ്റ് വെക്കുവാണ്. അപ്പോഴത്തേക്കും ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളോടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് നല്ലൊരു അടിപൊളി ഉള്ളിവട തയ്യാറാക്കിയെടുക്കാം. 15 മിനിറ്റ് ഞാനിവിടെ വെക്കുവാണ്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കാണാം. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് നമ്മുടെ വടയ്ക്ക് ഉള്ള പരുവത്തിന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മൈദ മാവ് നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൈദ മാവ് ഒരുപാട് കൂടിപ്പോകരുത്. ഈ നമ്മുടെ പേര് പോലെ തന്നെ ഉള്ളിവടയെന്നല്ലേ, അപ്പോൾ ഉള്ളി ആയിരിക്കണം മുമ്പിൽ നിൽക്കേണ്ടത്. എന്നാൽ നമുക്കിങ്ങനെ ഉരുട്ടുമ്പോൾ ആ വടയുടെ ഷേപ്പ് എടുക്കാനും പറ്റണം. അപ്പോൾ ഞാൻ ഓരോ ടേബിൾ സ്പൂണായിട്ട് ഇടുവാണ്. അപ്പോൾ ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ ഇട്ടുവാണ്. 2 ഇട്ട് നോക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി ആവശ്യത്തിന്. പിന്നെ നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. പിന്നെ കുറച്ച് എരിവിനായിട്ട് കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഞാനിവിടെ മുളക് ചേർക്കുന്നില്ല, പിന്നെ കളറ്. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കളർ പൗഡർ ചേർക്കുവാണ്. ഒരുപാട് ചേർക്കത്തില്ല, ഒരു ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുവാണ്. നിങ്ങൾക്ക് ഓപ്ഷണലാണെങ്കിൽ അത് ഓപ്ഷണലാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ കുഴയ്ക്കുമ്പം വെള്ളം ചേർക്കാതെ കുഴച്ച് നോക്കുക. പിന്നെ കുറച്ച് ഉപ്പും ചേർക്കുവാണ്. കുറച്ച് ഉപ്പ് ചേർക്കുവാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ വടയുടെ റെഡിയായി വരുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ഞാൻ കളർ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതാ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഉണ്ടോ? ഒരു വടയുടെ പരുവായിട്ടുണ്ട്. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം. ഉണ്ടോ? അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം 6 ടേബിൾ സ്പൂണാണ് ഞാനിപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ തനി നാടൻ തട്ടുകട സ്നാക്കാണ്. ഇതാ മാവ് ഇല്ലെങ്കിൽ അതിന് പകരം നമ്മൾ സാധാരണ ഗോതമ്പ് പൊടിയോ ആട്ടാപ്പൊടിയോ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷേ നിങ്ങൾ മിക്സ് ചെയ്യുമ്പം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അപ്പോൾ ഈ നിറം ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത് കുറച്ച് കളർ ചേർത്തത് കൊണ്ടാണ് ഇങ്ങനൊരു കളറ്. അപ്പോൾ ഈ ഉള്ളി എന്ന് പറയുന്നത് പെട്ടെന്ന് കരിയാൻ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ തീയൊക്കെ കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ സേഫ്. താങ്ക് യു. ബൈ ബൈ.